ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഭിയുടെ വീട്ടിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും പ്രമീളയ്ക്ക് ദേവുവിൻ്റെ സ്വഭാവത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ചന്തു ചോദിക്കുന്നുണ്ട് അഭിയും ദേവും തമ്മിൽ എങ്ങനെയാന്ന്, അത് മോൻ അറിയുന്നതല്ലേന്ന് പ്രമീള ചോദിക്കുമ്പം ചന്തു പറയും, മുമ്പത്തെ കാര്യമൊക്കെ അഭി എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇഷയുടെ കാര്യവും അങ്ങനെയെല്ലാം. ഞാൻ ചോദിച്ചത് അതല്ല, അഭി തിരികെ വന്നതിന് ശേഷം ദേവുവിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നാ. കാരണം നിങ്ങൾക്കും അറിയായിരുന്നല്ലോ അഭി ഇഷയുടെ കൂടെയായിരുന്നു എന്ന്. ഞാൻ അറിഞ്ഞിട്ടല്ല അവൻ മൂന്നാറിലേക്ക് പോയത്. അറിയുമായിരുന്നെങ്കിൽ അവനെ ഞാൻ ഒരു അപകടത്തിലേക്ക് തള്ളി വിടില്ലായിരുന്നു. ദേവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകിയപ്പോഴാ ഞാൻ അഭിയോട് പറഞ്ഞത് ഈ വീട്ടിലേക്ക് തന്നെ തിരികെ വരണമെന്ന്. അപ്പോഴും അവന് നല്ല സംശയം ഉണ്ടായിരുന്നു ദേവുവിൻ്റെ പ്രതികരണം എന്താവുമെന്ന് ഓർത്തിട്ട്. 2-3 തവണ അവൻ ആ ആശങ്ക എന്നോട് പങ്കുവെച്ചിരുന്നു. ആൻറ്റി ഇവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയോട് ചോദിക്കുന്നത്. പ്രമീള പറയും അഭി തിരികെ വന്നിട്ടും ദേവുവിൻ്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മാത്രമല്ല ഇപ്പം അവർ തമ്മിലുള്ള അടുപ്പം കുറച്ച് കൂടിയതായിട്ടും തോന്നുന്നുണ്ട്. അതെന്താന്ന് ചന്തു ചോദിക്കുമ്പോൾ പ്രമീള പറയും അഭി ഇവിടെ വന്ന ദിവസം തന്നെ ദേവുവാ അവനെ മുറിയെ കൊണ്ടേ കടത്തിയതും അന്നു മുതൽ ഇന്ന് വരെ അഭിയുടെ എല്ലാ കാര്യവും നോക്കുന്നത് ദേവുവാ. സോഹം പോലും പറഞ്ഞതാ ഇവിടെ വന്നു നിന്ന് അഭിയുടെ കാര്യം നോക്കാന്ന്. പക്ഷെ ദേവു സമ്മതിച്ചില്ല. അവള് തന്നെ അഭിയുടെ കാര്യം നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് ദേവുവിന് അഭിയോട് അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടല്ലേ. ചന്തു ചോദിക്കുന്നുണ്ട് ദേവുവിന്റെ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികതയും ആന്റിക്ക് തോന്നിയില്ലേ. പ്രമീള പറയും ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. ചന്തു പറയും അല്ല, മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ, അതും സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ കഴിഞ്ഞിട്ടാ അഭി തിരികെ വന്നത്. ആ ഒരു ദേഷ്യം ദേവുവിന് എന്താണേലും അഭിയോട് കാണില്ലേ. പ്രമീള പറയും അങ്ങനെയൊന്നും ഇല്ല, ദേവുവിന് അഭിന്ന് വെച്ച ജീവനാ. പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഭി അവൾ പറയുന്ന കേട്ട് നിന്നില്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് പുഴുത്ത് ചാവത്തേ ഉള്ളൂ എന്ന്. ചന്തു ചോദിക്കും എന്നിട്ടും ദേവുവിൻ്റെ പെരുമാറ്റത്തിൽ ആൻറ്റിക്ക് ഒരു അസ്വാഭാവികമെന്ന് ഇതേം തോന്നിയില്ലേ. പ്രമീള പറയും ഇതൊക്കെ സാധാരണ എല്ലാ സ്ത്രീകളും പറയുന്നതാണല്ലോ, ഒന്നുമില്ലെങ്കിലും അവരെ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്താനെങ്കിലും, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത്. അഭിക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രമീള പറയും ഉണ്ട്, സമയാസമയം കഴിക്കാനും കുടിക്കാനും എല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട്. ദേവു അതിൽ എന്തെങ്കിലും കലർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രമീള പറയും ഇല്ല മോനെ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നുണ്ട് മറ്റൊന്നും കരുതണ്ട ആൻറ്റി, അഭിയെ കാണാൻ ഇവിടെ പലരും വന്നല്ലോ, ഇഷയും പല്ലവിയെല്ലാം. അപ്പോഴെല്ലാം അഭി ഉറക്കത്തിലായിരുന്നു എന്നാ പറയുന്നത്. പ്രമീള പറയും മരുന്നിന്റെ ക്ഷീണം കൊണ്ടാവും മോനെ, കൂടുതൽ സമയം ഉറക്കത്തിലാണെന്നാ പറയാറ്. ചന്തു ചോദിക്കും പറയാറോ, അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്, ആൻറ്റി അഭിയെ കാണാറില്ലേ. പ്രമീള പറയും ഇല്ല മോനെ, ദേവു പറഞ്ഞു അഭിയുടെ കാര്യമെല്ലാം ദേവു തന്നെ നോക്കിക്കൊള്ളാം, ഞാൻ അവൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോവാറില്ല. ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അവൻ്റെ മുറിയിലേക്കൊന്ന് എത്തി നോക്കിയിരുന്നു. അതിന് ദേവു എന്നെ കുറേ വഴക്ക് പറഞ്ഞു. ആ സമയം അഭി ആൻറ്റിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രമീള പറയും ഇല്ല കണ്ടില്ല, അഭി എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പം ആ ദിവസം ഓർത്തെടുത്ത് പ്രമീള പറയുന്നുണ്ട്. അതിനു മുമ്പ് അഭിയെ എന്ന് ആൻറ്റി കണ്ടത്. പ്രമീള പറയും അഭി ഇവിടെ വന്ന ദിവസം, പിന്നീട് ഞാൻ അവനെ കണ്ടിട്ടില്ല. ചന്തു പറയും കൊള്ളാം, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഭിയെ നോക്കാൻ വന്ന ആളല്ലേ ആൻറ്റി, എന്നിട്ടും അഭിയുടെ കാര്യമൊന്നും തിരക്കാറില്ലേ. പ്രമീള പറയും ഭാര്യ ഭർത്താവിനെ അത്രത്തോളം നോക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നത് അതിപ്പോൾ അമ്മയായാൽ ഒരു പരിധിയില്ലേ മോനേന്ന്. ചന്തുവിന് പല സംശയങ്ങളും തോന്നും. പിന്നെ പ്രമീള ഈ കാര്യം കൂടി പറയുന്നുണ്ട്. ദേവരാജനോട് പ്രമീള സംസാരിച്ചുകൊണ്ട് നിന്നപ്പം ദേവു വന്ന് പറഞ്ഞത് അവനിപ്പം കുറച്ച് മെരുങ്ങിയിട്ടുണ്ട്, ചട്ടമൊക്കെ പഠിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം. ചന്തുവിനോട് പ്രമീള പറയും ദേവു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അഭിയുടെ മുറിയിൽ നിന്നും എന്തെങ്കിലും ശബ്ദം കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രമീള പറയും ഇല്ല മോനെ, ശബ്ദമൊന്നും കേൾക്കാറില്ല. പിന്നെ അതൊരു സ്റ്റോർ റൂമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ശബ്ദമൊന്നും പുറത്തേക്ക് അങ്ങനെ കേൾക്കില്ല. അങ്ങനെയാ അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരു ദിവസം അവിടുത്തെ വാഷ്റൂം വൃത്തിയാക്കാൻ ഞാൻ കയറിയിട്ട് ബാത്റൂമിൽ വീണിരുന്നു. കിച്ചണിലുണ്ടായിരുന്ന ദേവ് പോലും ഞാൻ നിലവിളിച്ചിട്ട് കേട്ടില്ല. ചന്തുവിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ചന്തു പറയുന്നുണ്ട് ശരി ആൻറ്റി, എനിക്ക് അഭിയുടെ കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ആൻറ്റിയോട് ഞാൻ ഇതൊക്കെ ചോദിച്ചത്. ഇനി ആൻറ്റി പൊക്കോ. പ്രമീള അന്നേരം തന്നെ അകത്തേക്ക് പോകും. ദേവരാജനും ദേവും ഹാളിൽ നിന്ന് ജനലിലൂടെ നോക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത്. ഇവരെന്താ സംസാരിക്കുന്നതെന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചന്തു പോകാൻ വേണ്ടി കാറിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ദേവരാജൻ ചെന്ന് ചന്തുവിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയും. ചന്തു ഇറങ്ങി വരുമ്പോൾ ദേവരാജൻ ചോദിക്കുന്നുണ്ട് സാറിൻ്റെ ഉദ്ദേശം എന്താ, എന്നെ എൻ്റെ മകളെയും കൂടി ബുദ്ധിമുട്ടിക്കാനാണോ? യൂണിഫോമും ഇല്ലാതെ ഒരു വീട്ടിൽ കയറി വന്ന് സെർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നടക്കുന്ന കാര്യമാ? ഇനി ഇങ്ങനെ ഉണ്ടായ സാറിനെതിരെ ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും. എനിക്കും അത്യാവശ്യം പിടിപാടൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. മര്യാദ പഠിക്കാനായിരിക്കും അച്ഛാ ഈ സാർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വന്നതെന്നും പറഞ്ഞ് ദേവും അവരുടെ അടുത്തേക്ക് ചെല്ലും. ചന്ദ്രബാബു സാറേ, സാറിന് ഇനി ട്രാൻസ്ഫർ ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത്, ജോലിയും കളഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരും. ദേവരാജൻ പറയുമ്പോഴത്തേക്കും ചന്തു പറയുന്നുണ്ട് മാഷേ, എൻ്റെ ജോലിയുടെ പേരും പറഞ്ഞ് ഞാൻ ആരെയും ഇന്നേ വരെ ദ്രോഹിച്ചിട്ടില്ല, ഇനി ദ്രോഹിക്കത്തുമില്ല. പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന കാര്യം ആദ്യം ഈ മുറിവെണ്ണയുടെ പരിശോധന ഒന്ന് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഞാൻ വീട്ടിലിരിക്കണോ അതോ നിങ്ങൾ ഈ വീട്ടിലിരിക്കുമോ എന്ന്. മാഷ് കണ്ടിട്ടുള്ള പോലീസുകാരെ പോലെ ഒന്നും അല്ല ഞാൻ.
ഈ ചന്ദ്രബാബു കാക്കിക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തവും ബന്ധവും ഒന്നും നോക്കില്ല. ഈ അന്നും ഇന്നും ഇനി എന്നും. മാഷും മോളും ഇപ്പം കളിക്കുന്നത് തീക്കളിയാണെന്നുള്ള ഓർമ്മ വേണം. ദേവരാജൻ പറയും, സാറേ ഈ ഡയലോഗൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ. എരിഞ്ഞെരിഞ്ഞ് തീരുന്ന എനിക്കും മോൾക്കും ഒക്കെ എന്ത് തീക്കളിയാ സാറേ? അതൊക്കെ നിങ്ങൾക്കല്ലേ, ഞങ്ങളൊക്കെ വെറും ഈയാമ്പാറ്റകള്. നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുമെന്ന്. കളിക്കാനും കളിപ്പിക്കാനും സാറിന് അന്നും ഈ കാക്കിക്കുപ്പായം കണ്ടാ മതി. ചന്തു പറയും, ആത്മവിശ്വാസം എപ്പോഴും നല്ലതാ മാഷേ. ഈ മുറിവെണ്ണയുമായി ഞാൻ തിരിച്ചു വരുന്നത് വരെ. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണെങ്കിൽ കുറച്ച് പ്രാർത്ഥനയും കൂടി ആവാം. എന്തിനാണെന്നറിയാവോ? ഞാൻ തിരിച്ചു വരുന്നത് ഈ ഡ്രസ്സിൽ തന്നെ ആവാൻ. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറിച്ച് ഞാൻ വരുന്നത് കാക്കിയിട്ടാണെങ്കിൽ ദൈവം വിചാരിച്ചാൽ പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ചന്തു അവിടുന്ന് പോകുമ്പം ദേവു പറയും, ഇനി എന്ത് ചെയ്യും അച്ഛാന്ന്. അയാൾ ചോദിക്കും, മോൾ എന്തിനാ വിഷമിക്കുന്നത്? ഇവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് വില കൊടുത്തും ഇവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. എന്റെ മോക്ക് വേണ്ടി ഈ അച്ഛൻ എന്തും ചെയ്യും. ദേവുവിന് എന്നാലും ടെൻഷനാണ്. ദേവരാജൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. ചന്തുവിന്റെ തൊപ്പി തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. അത്രത്തോളം ദേവുവിനും ദേവരാജനും ഒക്കെ ഒരു വിജയം ഉണ്ടാവരുത്. രാഹുല് വളരെ ഉത്സാഹത്തോടെയാണ് നീനാന്നും വിളിച്ച് അവന്റെ വീട്ടിലേക്ക് വരുന്നത്. നീന ചോദിക്കും, എന്ത് പറ്റി രാഹുലിന്? രാഹുൽ പറയും, നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. മമ്മ എവിടെ? മമ്മയും കൂടി വന്നിട്ട് പറയാന്ന്. മമ്മ മമ്മ എന്ന് വിളിക്കും. സോനയുടെ ദേഷ്യത്തോടെയാണ് ഇറങ്ങി വരുന്നത്. എന്താ ഇവിടെ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് തലവേദനയായിട്ട് കിടക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കത്തില്ലേ? നീന പറയും, എന്താണെന്ന് അറിയില്ല മമ്മ, ഇവൻ നല്ല സന്തോഷത്തിലാ. മമ്മ വന്നാലേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം രാഹുൽ പറയും, മമ്മ ആ റാമോഹൻ ഹോസ്പിറ്റലിലാണ്. സോന ചോദിക്കും, ഓ അത്രേ ഉള്ളോ? അത് വല്ല പനിയോ ജലദോഷമായിട്ടായിരിക്കും. അതിന് നീ എന്തിനാ ഇത്ര കിടന്ന് സന്തോഷിക്കുന്നത്? നിനക്കെന്താ പോലീസിന്റെ കയ്യിൽ നിന്ന് വല്ല കൊട്ടും കിട്ടിയോ? രാഹുൽ പറയും, അതല്ല മമ്മ, അയാൾ ഹോസ്പിറ്റലായത് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടാ. മേജർ സർജറി എന്തോ കഴിഞ്ഞു എന്നാ കേട്ടത്. ആളിന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. അത് കേൾക്കുമ്പോൾ സോനയ്ക്കും നീനയ്ക്കും അങ്ങ് സന്തോഷമാവും. നീന പറയും, അടിപൊളി, ഇപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ ഇറങ്ങിപ്പോവാനൊന്നും അവൾ നമ്മളോട് പറയില്ലല്ലോ. രാഹുൽ പറയും, അതെ നമുക്ക് പോകണം. ഇനിയിപ്പോൾ റാമോഹനെ ഒന്ന് കാണാൻ പോലും പറ്റിയെന്ന് വരില്ല. സോന പറയും, വേണ്ട, ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവണ്ട. അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ മനസ്സിലാക്കുക വേണ്ടത്. അവിടെ കിടന്ന് റാമോഹൻ ഇല്ലാതായ പിന്നെ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതിന് നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അത് വലിയ ഹോസ്പിറ്റൽ അല്ലെന്നൊക്കെ നീന ചോദിക്കുമ്പോൾ സോന പറയുന്നുണ്ട്, നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നതെന്ന്. എന്താ വേണ്ടെന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. സോന കാര്യമായി എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ട്. റാമോഹനെ വേണു പരിശോധിക്കുന്നുണ്ട്. ഐസിയുവിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇഷ അങ്ങോട്ട് ചെല്ലുന്നത്. രാജിയമ്മ ഇഷയുടെ പുറകെയുണ്ട്. മോളെ ഓടിപ്പോവാതെന്നും പറഞ്ഞ് ഇഷയെ കണ്ട് വേണു ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന്. പെട്ടെന്ന് തന്നെ ഇഷയുടെ മുഖമൊക്കെ അങ്ങ് മാറും. വേണു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റാമോഹൻ സേഫാണ്. റാമിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. വാർഡിലേക്ക് മാറുന്നവരെ വേറൊരാളുടെ ആവശ്യമില്ല. ഇത് എൻ്റെ ഹോസ്പിറ്റലല്ലേ. ഇവിടെ എന്തുകൊണ്ടും റാമോഹൻ സേഫ് ആയിരിക്കും. ഞാനും റാമോഹനും കൂടി ഹോളിഡേ ആഘോഷിക്കാൻ എവിടെയെങ്കിലും പോയേക്കുവാന്ന് മോള് കരുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മോക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് പപ്പയെ കാണാൻ പറ്റില്ലല്ലോ. മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ രാജിയമ്മ പറയും, ഞാൻ എന്ത് ചെയ്യാനാ സാറേ? രാവിലെ മുതൽ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നു മോള്. പറഞ്ഞിട്ട് കേക്കണ്ടേ? ഇഷ ചോദിക്കും, എൻ്റെ പപ്പയ്ക്ക് എന്താ അങ്കിൾ പ്രശ്നം? വേണു ചോദിക്കും, പ്രശ്നമോ? എത്ര വട്ടം പറഞ്ഞു മോളെ ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ പ്രായമുള്ള ആളല്ലേ, റിക്കവറിക്ക് അല്പസമയം എടുക്കും. അതിപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാ. ഇഷ പറയും, അപ്പം സാധാരണ ആൾക്കാർക്കില്ലാത്ത എന്തോ ഒന്ന് എൻ്റെ പപ്പയ്ക്കുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്താ വേണുവെങ്കിൽ എന്നോട് മറയ്ക്കുന്നത്? വേണു പറയും, ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാ? കണ്ടോ, ഒരു ചെറിയ കാര്യം പോലും മോളോട് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മോക്കങ്ങ് ടെൻഷനാവും. ഒന്നുമില്ല മോളെ, വേണുവെങ്കിലല്ലേ പറയുന്നത്. രാജി, ഇവിടെ നിന്ന് വെറുതെ മോക്ക് ടെൻഷൻ കൊടുക്കാതെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോ. റാമോഹൻ അറിഞ്ഞ എന്നെയാ വഴക്ക് പറയുന്നത്. ഇഷ സങ്കടത്തോടെ പറയും, എനിക്ക് പപ്പയൊന്ന് കാണുമെങ്കിലും വേണം അങ്കിൾ, എൻ്റെ പപ്പയല്ലേ. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. രാജിയമ്മ നല്ല സങ്കടത്തിൽ തന്നെയാണ്. എത്രയും വേഗം റാമോഹൻ തിരികെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ സീരിയലിൽ മാത്രമേ ഉള്ളൂ ശത്രുക്കൾക്ക് മാത്രം ഏത് സമയം വിജയവും അല്ലാത്തവർക്ക് എപ്പോഴും പരീക്ഷണങ്ങളും ദുരിതങ്ങളും ആയിട്ടുള്ളത്. എത്രയും വേഗം ഇതിലെ ദുഷ്ടരെയെല്ലാം പൂട്ടാൻ പറ്റട്ടെ.